ഹലോ, ഇന്നൊരു ഓണത്തലേന്ന് ഞങ്ങളൊരു എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അതും എറണാകുളത്ത്. അപ്പോൾ ഞങ്ങളിത് ഓരോ സ്റ്റാളുകളിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് സാമ്പിൾസ് കിട്ടുമല്ലോ. അപ്പോൾ ആദ്യമേ കുറച്ച് സംഭവങ്ങൾ കിട്ടി, പക്ഷേ അതെനിക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. നോർത്ത് ഇന്ത്യക്കാരുടെ അച്ചാർ ടേസ്റ്റ് ചെയ്തതാണ് കേട്ടോ ആക്കേണ്ടത്. പിന്നെ ഇത് പഴയ മിഠായികൾ കിട്ടുന്ന ഒരു കടയിൽ കയറി കേട്ടോ. പഴയ കാല മിഠായികൾ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കാക്കപ്പുളി വാങ്ങിച്ച്. പിന്നെ ഇത് ഗ്രീൻ ചില്ലി ഐസ്ക്രീം എന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഗ്രീൻ ചില്ലി ഐസ്ക്രീം കാണുന്നത്. ഗ്രീൻ ചില്ലിയുടെ അലുവ കണ്ടിട്ടുണ്ട്, ഐസ്ക്രീം കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിക്കാം, നമ്മൾ പരീക്ഷണങ്ങളുടെ ഉസ്താക്കന്മാരാണല്ലോ. എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ കാഴ്ചത് പിസ്തയുടെ കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയേ. സത്യം പറയാലോ, എനിക്കിഷ്ടപ്പെട്ടില്ല. എരിവാണ്, എന്താ പച്ചമുളകിൻ്റെ കുത്തലാണ്, എന്താ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയിട്ടാ. എനിക്കത് ഇഷ്ടപ്പെട്ടത്. കുഞ്ഞ് കഴിച്ചു നോക്കി, കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്താണെന്നറിയില്ല. രണ്ട് തരം ഫേസിലായിട്ട് അങ്ങനെ നടന്നു പോയിട്ടാ. ഇതിഷ്ടപ്പെട്ട ഒരാളുണ്ട് കേട്ടോ, അതേ ആദിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ കഴിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ സാധനം. അതിനുശേഷം നമ്മുടെ തമ്പുരുമോക്കൊരാഗ്രഹം പഞ്ഞിമിഠായി തിന്നണമെന്ന്. കയ്യിലൊരു കോലുമിഠായി ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ തമ്പുരുമോൾക്ക് പഞ്ഞിമിഠായി തിന്നണമെന്നൊരാഗ്രഹം. കുട്ടികളൊരാഗ്രഹം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണമെന്നല്ലോ നമ്മുടെ സിദ്ധിക്ക് പറഞ്ഞേക്കണത് അല്ലേ? അങ്ങനെ തന്നെ. അപ്പോൾ അതേ പഞ്ഞിമിഠായിയൊക്കെ വാങ്ങിച്ച് കയ്യിൽ ഇരിക്കുന്ന കോലുമിഠായി തീരണേലും മുൻപ് എന്താ പറയുക, കുഞ്ഞിമിഠായി തിന്നണമെന്നുള്ള ഭയങ്കര നിർബന്ധപ്രകാരം എന്നെ വലിച്ചഴച്ച് കൊണ്ടുപോയതാണ് കേട്ടോ ആ കടയിൽ. അങ്ങനെ അവസാനം നമ്മുടെ തമ്പുരുമോൾക്ക് പഞ്ഞിമിഠായും കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി ചാടനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ആ കടിച്ച് പകുതിയാക്കിയ ആ കോലുമിഠായി ഉണ്ടല്ലോ, അതങ്ങോട്ട് കളഞ്ഞു കേട്ടോ. ഒരെണ്ണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പിള്ളേർ അങ്ങനെയാണല്ലോ, മറ്റൊരെണ്ണം കളയുമല്ല. അപ്പോൾ അങ്ങനെ തമ്പുരുവിനേലും വലിയ പഞ്ഞിമിഠായും കൊണ്ട് തമ്പുരു നടക്കണേണ്ട. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് മുളക് ബജി മേടിച്ചിട്ട്. മുളക് ബജി എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് പരിപ്പ് വടയാണ് ഇട്ടെടുത്ത്. ഈ പരിപ്പ് വട വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിപ്പ് വടയാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് കൊണ്ടുവന്ന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചായ വാങ്ങിച്ചു. അതിനുശേഷം നല്ല പൂരിയും പരിപ്പുറിയും. നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് കഴിക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് കൈ കഴുകാൻ മടിയായതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് വാരി തന്നെയാണ്. അതുകൊണ്ട് ഇതിന് ആതിരക്കും കുഞ്ഞ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നോട് ഒന്ന് പാവ് ബജി എടുക്കുന്ന രീതികളാണ് കേട്ടോ കാണിക്കുന്നത്. ഓരോ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് അവസാനം ആ മസാലയും കൂടി ചേർത്ത് വെച്ചിട്ട് ആതിരക്ക് വാരി കൊടുക്കുന്നുണ്ട്. കൈ കഴുകണ്ട എന്നത് തന്നെ വേറൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അട്ടിപ്പൊളി ചായ, നോർത്ത് ഇന്ത്യക്കാരുടെ ചായയാണ്. നല്ല സൂപ്പർ ചായയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ചായ ഒരു പ്രത്യേക ചായയാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വലിയൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.